തൃശൂർ പൂരം കലക്കലിലെ അന്വേഷണത്തിൽ മന്ത്രി കെ രാജന്റെ മൊഴിയെടുക്കും. ADGP MR അജിത് കുമാറിന്റെ വീഴ്ചയെക്കുറിച്ച് DGP നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് മൊഴിയെടുപ്പ്. പൂരം കലക്കലിൽ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ച് 5 മാസം കഴിഞ്ഞിട്ടും പൂർത്തിയായത് മറ്റു വകുപ്പുകളുടെ വീഴ്ചയെക്കുറിച്ചുള്ള അന്വേഷണം മാത്രമാണ്. ഗൂഢാലോചനയിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഇഴയുന്നു. റിനു സീത ചേരുന്നു കൂടുതൽ വിവരങ്ങൾ. റിനു സീത, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. വീണ്ടും ഒരു പൂരക്കാലം കൂടി വരാൻ പോവുകയാണ്. ഈ പൂരക്കാലത്തിന് മുമ്പെങ്കിലും ഈ റിപ്പോർട്ട് വെളിച്ചം കാണുമോ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തൃശൂർ പൂര കലക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ രാജൻ മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ്. നമുക്കറിയാം, ത്രിതല അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്. അതിൽ മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥതല വീഴ്ചയെ സംബന്ധിച്ച് നടത്താൻ അന്വേഷണം മാത്രമാണ് പൂർത്തിയാവുകയും മറ്റു വകുപ്പുകൾക്ക് ഒരു രീതിയിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് റിപ്പോർട്ടായി തന്നെ മനോജ് എബ്രഹാം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് പോലീസിന് വീഴ്ച സംഭവിച്ചിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ആ റിപ്പോർട്ട്. ഇപ്പോൾ DGP ആണ് മറ്റ് വീഴ്ചകളെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ ശ്രമിച്ചിരുന്നു. നിയമസഭാ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം സമയം നൽകാമെന്നും മൊഴി നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. അതേസമയം MR അജിത് കുമാറിന്റെ മൊഴിയും അതിനുശേഷം രേഖപ്പെടുത്തുമെന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും പൂരം കലക്കലിൽ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് 5 മാസമായി. 5 മാസമായിട്ടും അന്വേഷണങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ളൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. നിലവിൽ DGP പട്ടികയിൽ 6ാമനായി MR അജിത് കുമാർ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ജൂണിലാണ് നിലവിലുള്ള DGPയുടെ കാലാവധി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്തേക്കും ഈ അന്വേഷണം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു ദ്രുതഗതിയിൽ ഉള്ള ഒരു അന്വേഷണം തുടരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നു. നേരത്തെ തന്നെ ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് വിജിലൻസ് നടത്തിയത്, അല്ലെങ്കിൽ തയ്യാറാക്കിയത്. ആ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് കുറച്ചുകൂടി വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടത്തി വിജിലൻസ് കഴിഞ്ഞ ദിവസം വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകുകയും വിജിലൻസ് ഡയറക്ടർക്ക് സർക്കാരിലേക്ക് ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നത്. അരുൺകുമാർ. ഓക്കെ, റിനു സീതലാണ് വിവരങ്ങൾ നൽകുന്നത്. അതേസമയം തൃശൂർ പൂരം കലക്കലിൽ അന്വേഷണം ഇഴയുന്നുവെന്ന അഭിപ്രായം തനിക്കില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴി വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് മൊഴി നൽകാമെന്ന് അറിയിച്ചതായും മന്ത്രി പ്രതികരിച്ചു. കേട്ടുവരാം. അല്ല, പൂരവുമായി ബന്ധപ്പെട്ട കാര്യം ആവശ്യപ്പെട്ടാൽ പിന്നെ മൊഴി രേഖപ്പെടുത്താനുള്ള അവസരം കൊടുത്തത് അന്വേഷണ ഏജൻസിക്ക് ആരെയും മൊഴി രേഖപ്പെടുത്താൻ അവസരം ഉണ്ടാകും. നിയമസഭയുടെ തിരക്ക് നടക്കുന്നതുകൊണ്ട് അവർ വന്നിരുന്നു. നമുക്കൊരു സമയം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കണ്ടെത്തിയത് അത് കൊടുക്കും. അതിന് വേറെ പ്രയാസമില്ല.